और जिस गौ माता के कारण इस देश की सामाजिक एकता को मजबूती प्रदान होती हो, उस गौ माता की हत्या पर पूर्ण प्रतिबंध लगाने के लिए एक कानून बनाया जाए, जिससे हम भारतीय संस्कृति के आधार को बचा सके। तमाम मौलवी और मौलाना इस समय एक बयान दे रहे हैं, कह रहे हैं गाय को राष्ट्रीय पशु घोषित करो। क्या मां और पुत्र के बीच में कुछ घोषित करने की आवश्यकता पड़ती है क्या? നിങ്ങൾ കണ്ട രണ്ട് ദൃശ്യങ്ങൾ, അതിൽ ആദ്യത്തേത് ഹലാൽ ചിക്കൻ എന്ന് ബോർഡ് വെച്ചതിന്റെ പേരിൽ ഒരു ചിക്കൻ കട ഒഴിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. ഹലാൽ ചിക്കൻ എന്ന് ബോർഡ് വെച്ചതിന്റെ പേരിൽ ചിക്കൻ കട ഒഴിപ്പിക്കുക യുപിയിൽ നിന്നുള്ള കാഴ്ചയാണ്. രണ്ടാമത് നിങ്ങൾ കണ്ടത് അത് യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പും മുഖ്യമന്ത്രി ആയി ഈ കഴിഞ്ഞ ദിവസവും എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾക്ക് മുൻപ് നടത്തിയ രണ്ട് പ്രതികരണങ്ങൾ അല്ലേ? അതിൽ വളരെ കൃത്യമായിട്ട് യോഗി ആദിത്യനാഥൻ മുഖ്യമന്ത്രി ആവുന്നതിന് മുൻപ് സംസാരിക്കുമ്പോൾ എന്താ പറയുന്നത്? രാജ്യത്ത് ഒരു നിയമം കൊണ്ടുവരണം, പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കുന്ന ഒരു നിയമം കൊണ്ടുവരണം എന്നുള്ളതാണ് അതിൽ ആവശ്യപ്പെടുന്നത്. എന്നാൽ രണ്ടാമത്തതിൽ പറയുന്നത് എന്താ? രണ്ടാമത്തതിൽ മുഖ്യമന്ത്രിയാണ്, നിയമം കൊണ്ടുവരാൻ കഴിവുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ അധികാരമുള്ള വ്യക്തിയാണ്. ആ മന്ത്രി പറയുന്നു അങ്ങനെ ദേശീയ മൃഗമായിട്ടൊന്നും പ്രഖ്യാപിക്കൂല, അത് ഞങ്ങളുടെ ഗോമാതാവാണ്. അപ്പോൾ രണ്ട് നിലപാടുകൾ നിങ്ങൾ കാണുകയാണ്. അതോടൊപ്പം ഹലാൽ ബോർഡ് വെച്ചതിൻ്റെ പേരിൽ ഒരു ചിക്കൻ കട തല്ലി തകർക്കുന്നതിൻ്റെയും ഒഴിപ്പിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങളും നിങ്ങൾ കാണുകയാണ്. എല്ലാം യു പിയിൽ നിന്നാണ്. ഒന്ന് യു പിയുടെ മുഖ്യമന്ത്രിയുടേതാണ്, ഒന്ന് യോഗി ആദിത്യനാഥൻ മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പുള്ള ഒരു പ്രതികരണവുമാണ്. ഇവിടെ പല കാര്യങ്ങളുണ്ട്. ഒന്ന് ഈ ഹലാൽ ബോർഡ്, ഈ ബോർഡ് വെച്ചതിൻ്റെ പേരിൽ നിങ്ങളൊന്ന് ആലോചിക്കണം, ചിക്കൻ കടയാണ്, ബീഫല്ല, ചിക്കൻ കട. ആ ചിക്കൻ കട ബോർഡ് വെച്ച് ഹലാൽ ബോർഡ് വെച്ചതിൻ്റെ പേരിൽ ഒഴിപ്പിക്കുന്നത് കാണുമ്പോൾ ഇതേ യു പിയിൽ നിന്ന് കോർപ്പറേറ്റ് അറവുശാലകളിൽ നിന്ന് കയറിപ്പോകുന്ന എക്സ്പോർട്ട് ചെയ്യുന്ന ബീഫ് പാക്കറ്റുകൾ, ആ ബീഫ് പാക്കറ്റുകൾക്ക് പുറത്ത് എഴുതിയിരിക്കുന്നതും ഹലാൽ എന്ന് തന്നെയാണ്. മനസ്സിലായില്ലേ? അതൊക്കെ കൈകാര്യം ചെയ്യുന്നതും അറക്കുന്നത് പോലും പേരിൽ സ്റ്റിക്കറിൽ ഹലാൽ ഉണ്ടെങ്കിലും അതൊന്നും ഹലാലല്ല എന്നുള്ളതാ. ഈ ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഈ ഹലാൽ മീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? അങ്ങനെ കുറേ പല തെറ്റിദ്ധാരണകളുമുണ്ട്. ഈ ഹലാൽ മീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? എപ്പോഴാണ് ഹലാൽ മീറ്റ് ആകുന്നത്? അതിൻ്റെ നിബന്ധനകൾ എന്തൊക്കെയാണ്? എന്താണ് അതിൻ്റെ നിബന്ധനകൾ? അങ്ങനെ അപ്പോൾ യു പിയിൽ നിന്ന് സംഘ് പരിവാറിൻ്റെ BJPയുടെ നേതാക്കളുടെ ഉടമസ്ഥതയിൽ നിന്ന് കയറ്റുമതി ചെയ്യപ്പെടുന്ന ബീഫ് പാക്കറ്റുകളിൽ ഹലാൽ ഉള്ളത് യോഗി ആദിത്യനാഥിന് പ്രശ്നമുള്ള കാര്യമല്ല. കാരണം എന്താ? അത് BJP നേതാക്കളുടേതാണ്. കോടികൾ വരുമാനമാണ്, കോടികളുടെ വിറ്റുവരവാണ് നടക്കുന്നത്. കോടികൾ എന്ന് പറഞ്ഞാൽ 1 2 കോടിയൊന്നല്ല, 10,000 കോടി രൂപയുടെ വിറ്റുവരവുകൾ നടക്കുന്ന വലിയ സംരംഭമാണ്. സംഘ് പരിവാറിൻ്റെ ബിനാമി സ്ഥാപനങ്ങളാണ്. മാത്രവുമല്ല ഇവ അവിടെ ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൽ ഒരു ഷെയർ സംഘ് പരിവാറിനുള്ളതാണ്, BJPക്കുള്ളതാണ്. ഇപ്പം കഴിഞ്ഞ മാസം കോടാനുകോടി 30 കോടി രൂപയാണ് BJPയുടെ അക്കൗണ്ടിലേക്ക് ഔദ്യോഗികമായിട്ട് ഈ കോർപ്പറേറ്റ് അറവുശാലകൾ നടത്തിയ സംഭാവന എന്ന് പറഞ്ഞാൽ അത് ഔദ്യോഗികമാണ്. അനൗദ്യോഗികമായിട്ട് ബ്ലാക്ക് മണിയായിട്ട് അല്ലാത്തതും വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് അത്. അപ്പോൾ അവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്ന സ്റ്റിക്കറുകളിൽ ബീഫ് പാക്കറ്റുകളുള്ള ഹലാൽ സ്റ്റിക്കർ യോഗി ആദിത്യനാഥിന് പ്രശ്നമില്ല.
പക്ഷേ യു പിയുടെ മണ്ണിൽ ഒരു ചിക്കൻ കടക്ക് പുറത്ത് വെച്ച ഹലാൽ ബോർഡ് വലിയ പ്രശ്നമാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥിൻ്റെ 2 പ്രതികരണങ്ങൾ. ഒന്ന്, അധികാരമില്ലാതിരുന്നപ്പോൾ പറഞ്ഞ കാര്യം. അന്ന് പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണം, രാജ്യത്ത് ഉടനീളം ഗോവധം നിരോധിക്കണം. എന്നാൽ ഇന്ന് അധികാരമുണ്ട്, ഇത്തരം തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ ഇന്ന് പറയുന്നു, ഗോമാതാവാണ്, ഗോമാതാവ് എന്ന് പറഞ്ഞാൽ മാതാവാണ്, അതുകൊണ്ട് മാതാവിന് ഒരു പ്രത്യേക പരിരക്ഷയോ അല്ലെങ്കിൽ പ്രത്യേക നിയമത്തിൻ്റെയോ ആവശ്യമില്ല, പക്ഷെ ആരും തുടരരുത്. എന്തേ ഈ പറയുന്ന യോഗി ആദിത്യനാഥൻ യു പിയിൽ ഗോവധം നിരോധിക്കാത്തത്? എന്തേ യു പിയിൽ ഈ പറയുന്ന, അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിയാണല്ലോ, BJP ആണല്ലോ ഭരിക്കുന്നത്, രാജ്യത്ത് പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ച് സംരക്ഷിക്കാത്തത്? ശരിക്കും അതല്ലേ വേണ്ടത്? പശുവിനോട്, ഈ പറയുന്ന ഗോമാതാവിനോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പശുവിനെ സംരക്ഷിക്കുവാനുള്ള കൂടുതൽ നിയമങ്ങൾ വരണം. അതിൽ ഏറ്റവും ബെസ്റ്റ് നിയമം എന്താ? പശുവിനെ ദേശീയ മൃഗമായി അങ്ങോട്ട് പ്രഖ്യാപിക്കണം, ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണം. അതല്ലേ ഏറ്റവും ബെസ്റ്റ് നിയമം. അപ്പം അത് ചെയ്യാതെ പശു സംരക്ഷണം നമ്മൾ നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, കാര്യമുണ്ടോ? സംരക്ഷിക്കാൻ വേണ്ട നിയമനിർമ്മാണങ്ങൾ നടത്തണ്ടേ? അത് നടത്താത്തത് എന്തുകൊണ്ടാ? അത് നടത്തിയാൽ യു പിയിൽ പ്രവർത്തിക്കുന്ന ഈ കോർപ്പറേറ്റ് അറവുശാലകൾ ഒക്കെ നിർത്തലാക്കേണ്ടി വരും. യു പിയിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റ് അറവുശാലകൾ നിർത്തലാക്കേണ്ടി വരും. കാരണം ഈ അറവുശാലകളിലൊക്കെ അറക്കുന്നത് പശുക്കളെയാണ്. അപ്പോൾ അത് നടപ്പിലാകില്ല. പിന്നെ യു പിയിൽ തന്നെ ഈ പറയുന്ന ഗോശാലകളുണ്ട് സർക്കാരിന് കീഴിൽ. ആ സർക്കാരിന് കീഴിലുള്ള ഗോശാലകളിൽ ചത്തു വീഴുന്ന, പട്ടിണി കാരണം തിന്നാനില്ലാതെ, തീറ്റയില്ലാതെ ചത്തു വീഴുന്ന പശുക്കളുടെ കാര്യത്തിൽ സർക്കാർ സമാധാനം പറയേണ്ടി വരും. യു പിയിലെ ഗോശാലകളിൽ എല്ലാ ദിവസവും 100 കണക്കിന് പശുക്കൾ ചാവുകയാ തീറ്റയില്ലാതെ. ആ തീറ്റയില്ലാതെ ചാവുന്ന പശുക്കളുടെ കാര്യത്തിൽ യോഗി ആദിത്യനാഥനും BJPയും സർക്കാരും മറുപടി പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇത്തരം നിയമങ്ങളൊന്നും നടപ്പിലാക്കില്ല. പക്ഷേ എന്തു ചെയ്യും? സംഘ് പരിവാറിൻ്റെ ക്രിമിനലുകളെ ഇറക്കി വിട്ടുകൊണ്ട് സാധാരണക്കാരായ മനുഷ്യന്മാരെ ആക്രമിക്കുക പശുവിൻ്റെ പേരിൽ. ഇപ്പം ചിക്കൻ കടയ്ക്ക് ഹലാൽ സ്റ്റിക്കർ വെച്ചതിൻ്റെ പേരിൽ ആ കട തകർക്കുക, ആ കട ഒഴിപ്പിക്കുക. എന്ന് പറഞ്ഞാൽ ആ കട, ആ ബിസിനസ് അങ്ങോട്ട് തകർക്കുക. അപ്പം ഇത് കാണുമ്പോൾ എന്താ ഓർമ്മ വരുന്നതെന്നറിയോ? കൃത്യമായിട്ട് ലക്ഷ്യം വെക്കുന്നത് മുസ്ലിമിനെയാണ്. മുസ്ലിമിനെ ലക്ഷ്യം വെക്കുന്നതിന് കാരണം എന്താ? അവൻ്റെ കയ്യിലുള്ള പണം കണ്ടിട്ടാണ്. അപ്പം അതുകൊണ്ടാണല്ലോ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിലെ BJP അവിടുത്തെ ഹൈന്ദവരായ ആളുകളോട് പറഞ്ഞത്, തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ സ്വത്തുക്കളൊക്കെ പിടിച്ചെടുത്തിട്ട് ഹൈന്ദവർക്ക് വീതം വെച്ച് നൽകൂ. ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ജനങ്ങളോട് പറഞ്ഞ കാര്യമാണ്, മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്തിട്ട് അത് ഹൈന്ദവർക്ക് വീതം വെച്ച് നൽകും. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കണ്ണെവിടെയാ? കണ്ണ് മുസ്ലിമിൻ്റെ സ്വത്തില, അവൻ്റെ കയ്യിലുള്ള പണത്തില, അവൻ്റെ ജീവിത രീതികളില, അതിലാണ് കണ്ണത്രയും ഉള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ഈ പറയുന്ന നിയമനിർമ്മാണങ്ങൾക്കൊന്നും തയ്യാറല്ല. പക്ഷേ ഹലാൽ എന്ന് കാണുമ്പോൾ ഹാലിളകും. എന്നാൽ BJP നേതാക്കന്മാരുടെ കോർപ്പറേറ്റ് അറവുശാലകളിൽ നിന്ന് ഹലാൽ സ്റ്റിക്കർ ഒട്ടിച്ച് ബീഫ് കയറ്റി പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. അത് കൃത്യമായിട്ട് ഒരു മുടക്കവുമില്ലാതെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അത് അവിടെ അങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുക. കയറ്റുമതി എപ്പോഴെങ്കിലും സ്തംഭിച്ചു പോയിട്ടുണ്ടോ? ഇല്ല. കയറ്റുമതി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നില്ലേ? ഉണ്ട്. നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ പോയവരോ താമസിച്ചവരോ ജോലിക്കോ അല്ലാതെയോ എങ്ങനെയെങ്കിലും പോയവരാണെങ്കിൽ അവിടെയുള്ള ഹൈപ്പർ മാർക്കറ്റുകൾ, സൂപ്പർ മാർക്കറ്റുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന യു പിയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ബീഫ് പാക്കറ്റുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും.
അതിൻ്റെ പിൻവശത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അഡ്രസ്സ് ഉണ്ടാകും. യുപിയിൽ നിന്ന്, ഗുജറാത്തിൽ നിന്ന്, മഹാരാഷ്ട്രയിൽ നിന്ന്. ഏറ്റവും അധികം ഇന്ത്യ രാജ്യത്ത് ഏറ്റവും അധികം ബീഫ് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് യുപിയിൽ നിന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ സാധാരണക്കാരൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ദലിതരായിട്ടുള്ള ഒക്കെ ആളുകൾ ഇത് ചെയ്തു കഴിയുമ്പോഴാണ് പ്രശ്നം. രാജ്യത്തിന് പുറത്തേക്ക് പോകുമ്പോൾ ഇതൊന്നും പ്രശ്നമല്ല. അവിടെ ഹലാൽ സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ പ്രശ്നമല്ല. ഇതൊക്കെ കാണുമ്പോൾ ഓരോരുത്തർക്ക് ഇങ്ങനെ ക്രിമി കടിക്കുക. മനസ്സിലായില്ലേ? ഇത് കാണുമ്പോൾ ഇങ്ങനെ ക്രിമി കടിയാണ്. അപ്പോൾ ക്രിമി കടിക്ക് കാരണം എന്താ? കാരണം മറ്റൊന്നല്ല, അവൻ്റെ കയ്യിൽ നോക്കുമ്പോൾ നല്ല പണമുണ്ട്, നല്ല ജീവിത സാഹചര്യങ്ങളുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ മൂലം കടിയ. ഇതൊന്നും ഇല്ലാത്തവൻ്റെ അസൂയ. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അല്ലേ? ഇപ്പം കഴിഞ്ഞ ദിവസം ഈ ബീഹാറിലാണോ രാജസ്ഥാനിലാണോ ഞാൻ ഓർക്കുന്നത്, ഞാൻ വീഡിയോ ചെയ്തതാണ് എന്നെ കുറിച്ചിട്ട്. ഒരു നൗഷാദ് അലി എന്ന് പറയുന്ന, ഷഹസാദ് അലി എന്ന് പറയുന്ന 25-കാരനെ സംഘ് പരിവാറുകാർ തല്ലിക്കൊന്ന് അവൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന 5000 രൂപ അടിച്ചുകൊണ്ട് പോയി. മുസ്ലിമിനെ പറ്റില്ല, മുസ്ലിം ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റില്ല, അവൻ പാകിസ്ഥാനിൽ പോകണം, ഇതൊക്കെയാണ് പ്രശ്നം. പക്ഷേ അവൻ്റെ പോക്കറ്റിലുള്ള പണം അതടിച്ചു മാറ്റാം. അതിനൊരു കുഴപ്പമില്ല, അതിനൊരു ഐത്തങ്ങളും ഇല്ല. മനസ്സിലായില്ലേ? ഇതിൽ നിന്നൊക്കെ ഒരു മനസ്സിലാകുന്ന കാര്യം എന്താ? നമുക്ക് ഇവർ ഈ കാണിക്കുന്ന പശു സംരക്ഷണമാണെങ്കിലും ഗോമാതാവിനോടുള്ള സ്നേഹമാണെങ്കിലും ഒക്കെ കാപട്യമാണത്രയും. അത് മറ്റുള്ളവൻ്റെ സ്വത്തിലും പണത്തിലുമുള്ള കണ്ണ്, അതിനോടുള്ള അസൂയ, അത് മാത്രമാണ് ഇതിനൊക്കെ പുറകിലുള്ള അടിസ്ഥാന കാരണമെന്ന് പറയുന്നത്.